സ്വർണത്തിന് പിന്നാലെ വെള്ളി വിലയും ഉയരത്തിൽ. ആഭ്യന്തര വെള്ളി വിപണിയിൽ അസ്ഥിരത തുടരുന്നതിനിടെ വരും മാസങ്ങളിൽ വില വീണ്ടും കുതിച്ചുയർന്നേക്കാമെന്നാണ് വിപണി വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. സ്വർണത്തിന് പിന്നാലെ ആഭ്യന്തര വെള്ളി വിപണിയിലും അസ്ഥിരത തുടരുകയാണ്. വരും മാസങ്ങളിൽ വില വീണ്ടും കുതിച്ചുയർന്നേക്കുമെന്നാണ് വിപണി വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. 2025 കണക്കുകൾ പ്രകാരം വെള്ളിവില വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഗ്രാമിന് 173 രൂപയും കിലോയ്ക്ക് 1,73,000 രൂപയിലുമാണ് വ്യാപാരം നടന്നത്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി സ്വർണത്തിന്റെയും വെള്ളിയുടെയും വിലയിലുണ്ടായ തുടർച്ചയായ ചാഞ്ചാട്ടം മധ്യവർഗ കുടുംബങ്ങളിൽ വലിയ സമ്മർദ്ദമാണ് സൃഷ്ടിക്കുന്നത്. വിലയിലെ സമീപകാലത്തെ ചെറിയ കുറവ് വാങ്ങുന്നവർക്ക് താൽക്കാലിക ആശ്വാസം നൽകിയെങ്കിലും ഈ പ്രവണത ഉടൻ തന്നെ മാറിയേക്കാം. വരാനിരിക്കുന്ന വിവാഹ സീസൺ ഡിമാൻഡ് വർദ്ധിപ്പിക്കുമെന്നും ഇത് 2026 അടുക്കുമ്പോൾ വെള്ളിവിലയിൽ പുതിയൊരു കുതിച്ചുയർച്ചയ്ക്ക് കാരണമായേക്കുമെന്നുമാണ് മാർക്കറ്റ് വിശകലന വിദഗ്ധർ പ്രവചിക്കുന്നത്. ഉത്സവകാല ആവശ്യകതയ്ക്ക് പുറമെ വെള്ളിയുടെ ദീർഘകാല വില ചലനത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകം അതിന്റെ വ്യാവസായിക ഉപയോഗമാണ്. ഒരു കാലത്ത് ആഭരണങ്ങളിലും മതപരമായ വസ്തുക്കളിലും ഒതുങ്ങി നിന്നിരുന്ന ഈ ലോഹം ഇന്ന് ആധുനിക സാങ്കേതിക വിദ്യയിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. മൊബൈൽ ഉപകരണങ്ങൾ, കമ്പ്യൂട്ടറുകൾ, മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിലും അതിവേഗം വളരുന്ന സൗരോർജ മേഖലയിലും വെള്ളി വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. സാങ്കേതിക നവീകരണം ത്വരിതപ്പെടുത്തുമ്പോൾ അവശ്യ വ്യാവസായിക ലോഹം എന്ന നിലയിൽ നിർമ്മാതാക്കൾ വെള്ളിയെ ആശ്രയിക്കുന്നത് വർദ്ധിക്കുകയും ഇത് വില വർധനവിന് കാരണമാവുകയും ചെയ്യും. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ചരക്ക് വിപണിയിൽ വെള്ളിക്ക് ഗണ്യമായ വില വർധനവുണ്ടായിട്ടുണ്ട്. ഈ പ്രവണത തുടരുമെന്നാണ് വിപണി നിരീക്ഷകർ പറയുന്നത്. ഉപയോക്താക്കളിൽ നിന്നും വ്യവസായങ്ങളിൽ നിന്നുമുള്ള ആവശ്യം നിലവിലെ വേഗതയിൽ വളരുകയാണെങ്കിൽ 2026 വെള്ളിവിലയിൽ വർധനവ് തുടരാൻ തന്നെയാണ് സാധ്യത. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.